രുദ്രാക്ഷം. ആമി, വിളിച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. അർജുന് ചെറിയ ദേഷ്യം തോന്നി. അവളെ എടുത്ത് കിടക്കയുടെ അങ്ങേ തലക്കിലിട്ടിട്ട് അർജുൻ എണീറ്റു. ചാടിപ്പിരണ്ട് പിന്നാലെ ചിമ്മുവും എഴുന്നേറ്റു. ശോ, ഈ ഏട്ടൻ ഇപ്പം തന്നെ എല്ലാം കുളമാക്കും തോന്നുന്നു. അതെ, ഒരു 10-20 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ പ്ലാനിങ് പൊളിയും കേട്ടോ. ഒടുവിൽ ഗതി കെട്ടുകൊണ്ട് ഉച്ചത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു. പ്ലാനിങ്ങോ? അതെന്താ? അർജുൻ തിരിഞ്ഞ് അവളെ നോക്കി. അതങ്ങനെ, ഏട്ടൻ അങ്ങോട്ട് ഇപ്പം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എൻ്റെ അമ്മ സത്യം. അവൾ വന്നിട്ട് അർജുനെ വട്ടം ചുറ്റിപ്പിടിച്ചു. നിനക്ക് എന്താ അമ്മി? അവനോളെ തുറിച്ചു നോക്കി നിന്നു. ഏട്ടാ നടക്കില്ല, ഇപ്പോൾ ഹോളിലേക്ക് പോവണ്ട. ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു. ആമി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നേരെ കുറയായി നീ കൊഞ്ചാൻ തുടങ്ങിയിട്ട്. മാറിക്ക്. അവൻ ആമിയെ മാറ്റിയ ശേഷം ഗൗരവത്തിൽ പറഞ്ഞു. ഞാനിവിടെ ആരെയും ഒളിപ്പിച്ചു വച്ചിട്ടൊന്നുമില്ല. ഇനി അഥവാ അങ്ങനെ വല്ലതും ഓർത്താണെങ്കിൽ ആ പേടി വേണ്ട കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ടൈപ്പൊന്നുമല്ല. അവൾ ഇത്തിരി കലിപ്പിലാണ്. എന്നിട്ടും അർജുനെ വിട്ടിരുന്നില്ല പെണ്ണ്. ഈ കുരുപ്പ് എന്തോ ഒപ്പിക്കുവാണെന്ന് അവന് പിടികിട്ടി. അതായിരുന്നു കുറച്ച് മുന്നേയുള്ള ആലോചനയും ഇരിപ്പുമൊക്കെ. അതുകൊണ്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് അവനും കരുതി. അർജുൻ പതിയെ തൻ്റെ മുഖം ഒന്ന് താഴ്ത്തി നോക്കിയപ്പോൾ ചിമ്മുവാണെങ്കിൽ അവനെ ഇറുക്കിപ്പുണർന്ന് നിൽക്കുകയാണ്. പതിയെ അവൻ്റെ ഇരു കൈകളും മേൽപോട്ട് ഉയർന്നു വന്നു. എന്നിട്ട് തന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ ഒരു നിമിഷം കൊണ്ട് അവനും വരിഞ്ഞു മുറുക്കി. ജാങ്കോ, നീ അറിഞ്ഞോ? ഞാൻ പെട്ടു. ചിമ്മു ഞെട്ടി വിറച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറാൻ നോക്കി. ഇക്കുറി അർജുനായിരുന്നു കരുത്ത്. അവൻ ബലത്തിൽ മുറുക്കിയതും അവളുടെ മൃദുലതകൾ അവനെ നന്നായി അമർന്നു. മഹാദേവ, ഇന്ന് എന്നിലെ കന്യകയെ കൂടി ഇങ്ങനെ വെളിയിൽ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. ചിമ്മു പതിയെ നുഴഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ നോക്കി. എന്നാൽ അതിനനുവദിക്കാതെ അർജുൻ അവളെ പിടിച്ച് മേൽപോട്ട് തന്നെ ഉയർത്തി. പെട്ടെന്ന് ഇരുവരുടെയും അടിവയറിൽ എന്തൊക്കെയോ മിന്നും പോലെ തോന്നൽ. മിന്നൽ വള കയ്യിൽ വെച്ച പെണ്ണഴകി. ആമി തൻ്റെ ശ്രദ്ധ മാറ്റിവിടാൻ മനസ്സിൽ മൂളി. അവളുടെ ശ്വാസതാളം ഏറി വരുംതോറും അവനിൽ മൃദുലതകൾ വീണ്ടും വീണ്ടും പതിഞ്ഞു. അർജുൻ ഒന്നുകൂടും അവളെ ആശ്ലേഷിച്ചതും ചിമ്മു അവൻ്റെ മുഖത്തേക്ക് ഒന്നു നോക്കി. അവളുടെ തുടുത്ത മുഖവും കവിൾത്തടങ്ങളും കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലും മറ്റൊരു മനോഹരമായ വികാരം മുട്ടിട്ടു. മെല്ലെ അവൻ തൻ്റെ മുഖവും താഴ്ത്തി. അവളുടെ നാസികത്തുമ്പിൽ തൻ്റെ നാസിക കൊണ്ടൊന്ന് ഇക്കിളിക്കൂട്ടിയതും പെണ്ണൊന്ന് പിടഞ്ഞുപോയി. അവൻ്റെ അതരം അവളുടെ അതരത്തിൽ ഒന്ന് തലോടിയതും ക്ലോക്കിൽ 12 മണിയടിച്ചതും ഒരുമിച്ചായിരുന്നു. ചിമ്മു അവനെ നകന്നു മാറിയിട്ട് പുറത്തേക്കൊരൊറ്റ ഓട്ടം. ആമി എന്ന് വിളിച്ചുകൊണ്ട് അർജുനോളുടെ പിന്നാലെ ചെന്നു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സ്വീറ്റ് ഹാപ്പി, ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുകയാണ്. അപ്പോഴാണ് അർജുൻ പോലും ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് ഓർത്തത്. കേക്കും ബലൂണും ഡെക്കറേഷനും ഒക്കെ അപ്പോഴാണ് അവൻ കാണുന്നത്. അർജുനൻ സത്യത്തിലാകെ അമ്പരപ്പായിരുന്നു. ആമി, ഇതൊക്കെ? ഓടി വാ, വന്ന് കേക്ക് മുറിക്ക്. എന്നിട്ട് എനിക്ക് കിടന്നുറങ്ങണം, ഇല്ലെങ്കിൽ ഇന്നിവിടെ മറ്റു പലതും നടക്കും മനുഷ്യ. ചിമ്മു ധൃതി കാട്ടി. അർജുനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചിമ്മുവിനെ ഒന്ന് നോക്കി. വായി നോക്കി നിൽക്കാതെ വന്ന് കേക്ക് മുറിക്ക്. എത്ര നേരായി ഞാനിത് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ വെച്ചുകൊണ്ടിരിക്കുന്നു, അവൾ ഉച്ചത്തിൽ വീണ്ടും പറഞ്ഞു. ശോ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അർജുൻ അവളുടെ കാതിൽ ഒന്ന് കിഴുക്കി. കൃത്യം ആ സമയത്ത് അർജുൻ്റെ ഫോൺ ശബ്ദിച്ചു. സ്റ്റെല്ലമ്മയായിരിക്കുമെന്ന് ചിമ്മു പറഞ്ഞു. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. അവളുടെ ഊഹം കറക്റ്റായിരുന്നു. വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് സ്റ്റെല്ല. ചിമ്മു അർജുൻ്റെ മുൻപിൽ വന്നിട്ടാണ് അത് അറ്റൻഡ് ചെയ്തത്. നേരെ അവൻ്റെ മുഖം കാണിച്ചു കൊടുത്തവൾ. ഹലോ മോനെ, ഹാപ്പി ബർത്ത്ഡേ ചക്കരെ, വാത്സല്യത്തോടെ അമ്മ പറയുകയാണ്. താങ്ക്സ് അമ്മ. അർജുൻ അവരെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും രുദ്രനും സ്ക്രീനിൽ വന്നു. അർജുൻ സർ,
മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. രുദ്രൻ തൻ്റെ വലത് കൈയിലെ തള്ളവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് മകനോട് പറയുകയാണ്. താങ്ക് യു അച്ഛ. അച്ഛ കിടന്നില്ലേ? ഏയ് ഇല്ലെന്നേ, ഞങ്ങൾ മോനെ വിഷയം കാത്തിരിക്കുമായിരുന്നു. അച്ഛ കേക്ക് മുറിച്ചില്ല. പോവല്ലേ, വെയിറ്റ് വെയിറ്റ്, ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ടങ്ങ് പോകാം. ചിമ്മു പറയുന്ന കേട്ട് രുദ്രൻ ചിരിച്ചു. അങ്ങനെ അർജുൻ കേക്ക് മുറിക്കാൻ തുടങ്ങി. ചിമ്മുവിനെ അപ്പോഴേക്കും അർജുൻ അവൻ്റെ വലം കൈ കൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് അച്ഛനും അമ്മയും കാണൂലോന്നോർത്ത് അവൾക്കൊരു ചാളിത പോലെ തോന്നി. അകന്നു മാറാൻ പെണ്ണ് നോക്കിയെങ്കിലും അർജുൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി. അച്ഛനും അമ്മയും ചിമ്മുവും ചേർന്ന് ഒരുമിച്ച് അവനെ വിഷ് ചെയ്തു. അർജുൻ ആദ്യം അച്ഛനും അമ്മയ്ക്കും നേർക്ക് കേക്ക് നീട്ടി. എടുത്ത് കഴിക്കും പോലെ ആംഗ്യമൊക്കെ കാണിച്ചു. പിന്നീട് ചിമ്മുവിന് അവൻ കൊടുത്തു. അപ്പോഴേക്കും അച്ഛനും അമ്മയും നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇത്തിരി കേക്കെടുത്ത് ചിമ്മു അർജുൻ്റെ വായിൽ വെച്ച് കൊടുത്തതും അവൻ അവളുടെ വിരൽ ഒന്ന് നുണഞ്ഞു. പെട്ടെന്ന് കൈ പിൻവലിച്ചവൾ ഹാപ്പി ബർത്ത്ഡേ അർജുനേട്ടാ പറഞ്ഞുകൊണ്ട് അവളൊന്ന് ഉയർന്നു പൊങ്ങി. ശേഷം അവൻ്റെ ഇരു കവളിലും മാറി മാറി മുത്തം കൊടുത്തു. ഗിഫ്റ്റ് നാളെ തരാട്ടോ. അമ്മ വൈകുന്നേരം ഏട്ടൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ സെറ്റപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത്രയും സെറ്റപ്പ് ചെയ്ത് തന്നതുകൊണ്ട് ഞാനും പകരം എന്തെങ്കിലും ഗിഫ്റ്റ് തരട്ടെ പറഞ്ഞുകൊണ്ട് ആ സമയം അർജുൻ അവളെ എടുത്ത് തൻ്റെ തോളത്തിട്ടിരുന്നു. അർജുനേട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ, മര്യാദയ്ക്ക് എന്നെ താഴെ നിർത്തിക്കൂ. ചിമ്മ ഒരു ദേഹത്ത് കിടന്ന് കുതിറി. അടങ്ങി കിടക്കടി, ഇല്ലെങ്കിൽ നിന്റെ ചന്തിക്കിട്ട് ഞാൻ തരും കേട്ടോ പറഞ്ഞുകൊണ്ട് അവനൊന്ന് പിച്ചതും ചിമ്മുവിൻ്റെ ശ്വാസം നിന്ന് പോയി. അയ്യേ, ഈ മനുഷ്യനിത് എന്ത് വൃത്തികേടാ കാണിക്കുന്നേ. അവൾ പിന്നെയും കാലിട്ടടിച്ചു. എടി അടങ്ങിയിരിക്കടി, ഇല്ലെങ്കിൽ. അർജുൻ അവരുടെ ബെഡ്റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. ഒപ്പം ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. ശേഷം ചിമ്മുവിനെ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തി. യോ, ഈ ഏട്ടൻ ഇതെന്തായി കാട്ടിക്കൂട്ടാൻ പോകുന്നേ ചോദിച്ചുകൊണ്ട് ചിമ്മു പിടഞ്ഞെണീറ്റു. പെട്ടെന്ന് അർജുൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. ശേഷം അവളുടെ വയറിൽ അവൻ്റെ ഇരു കൈകളും കൊണ്ട് ബന്ധനം തീർത്തു. അടങ്ങിയിരിക്കാൻ നിനക്കറിയില്ലടി കാന്താരി, എന്തൊരു ചാട്ടമാ നീ. അവളുടെ കാതോരം അർജുൻ്റെ ശബ്ദം കേട്ടതും പെണ്ണ് പിടഞ്ഞു പോയി. അർജുനേട്ടാ പ്ലീസ്, മാറുന്നുണ്ടോ വേഗം? ഇല്ലെങ്കിലോ നീ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അർജുനേട്ടാ, അവൾ മെല്ലെ അവനെ വിളിച്ചു. എന്താടി കാന്താരി പെണ്ണെ, നേരം കുറച്ചായല്ലോ നിന്റെ കുറുമ്പ് തുടങ്ങിയിട്ട്. അവളുടെ കാതിലെ ലോലാക്കിൽ അവനൊന്നിളക്കി. ഒപ്പം ആ കാതിൻ്റെ അറ്റത്ത് അവൻ തൻ്റെ നാവ് കൊണ്ടൊന്നൊഴിഞ്ഞതും ചിമ്മുവിൻ്റെ ശ്വാസം നിന്ന് പോയിരുന്നു. ഞെട്ടിത്തിരിഞ്ഞവൾ അർജുനെ നോക്കിയതും അവൻ്റെ മുഖത്ത് കുസൃതി. എന്താ അവൻ ചോദിച്ചതും ചിമ്മു എഴുന്നേറ്റ് മാറാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അർജുൻ അവളെ തന്നിലേക്ക് ഇത്തിരി കൂടി ചേർത്തു. അവളുടെ മൃദുലതകൾ അവൻ്റെ നെഞ്ചിൽ തട്ടിയതും ചിമ്മു വല്ലാണ്ട് പരവശയായി. അവളുടെ പിടയുന്ന മിഴികളിൽ അവൻ്റെ മിഴികൾ ഉടക്കി. ആ കൺപീലികളിൽ അവൻ ഉമ്മ വെച്ചതും ചിമ്മുവിൻ്റെ നെഞ്ചിന് പേറി വന്നു. അർജുൻ്റെ അതരം അവളുടെ കവിളുകളിൽ പുൽകി തലോടിക്കൊണ്ട് ഒടുവിൽ അവളുടെ അതരത്തിൽ അമർന്നു. പിടഞ്ഞു മാറാൻ തുനിഞ്ഞവളെ അതിനനുവദിക്കാതെ കൊണ്ട് അവനത് നുണയാൻ അധികം നേരം വേണ്ടി വന്നില്ല. ഇരുതിളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളുടെ പെണ്ണിനെ തൊട്ടുണർത്തി. ഒപ്പം അവൻ്റെ വലങ്കൈ അവളുടെ മേനിയിലുടനീളം കുസൃതികൾ കാണിച്ചുകൊണ്ട് ഓടി നടന്നു. രാത്രി അതിൻ്റെ യാമത്തിൽ ചേക്കേറാനുള്ള തത്രപ്പാടിലായിരുന്നു. അതുപോലെ തന്നെ അർജുനും. തൻ്റെ പെണ്ണിൻ്റെ മേനിയിലെ ആടകൾ വേർപെട്ടു പോകുമ്പോൾ വ്രീളാവിവശയായി അവൾ അവനെ നോക്കിയ നോട്ടം. ഒപ്പം ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് ദേഹത്തേക്ക് പുതയ്ക്കാൻ തുടങ്ങിയ പെണ്ണിനെ വീണ്ടും കുറുമ്പോടെ കൂടിയവൻ അത് കവർന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ മുമ്പിൽ എന്തിനാ പെണ്ണെ നിനക്കിത്ര നാണം?
അവളുടെ തുടുത്ത മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് അർജുൻ ചോദിച്ചു. ഇരു കൈകൾ കൊണ്ടും തൻ്റെ ഉടൽ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പെണ്ണിൻ്റെ കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് അർജുനോടെ ഉമ്മ വെച്ചതും ചിമ്മു പിടഞ്ഞു പോയിരുന്നു. അർജുനേട്ടാന്ന് അവൾ അലറി വിളിച്ചെങ്കിലും അവൻ അവളിൽ ചുംബനം കൊണ്ട് ഒരു വസന്തം വിരിയിച്ചു. അവൻ്റെ അതരം അവളിലൂടെ അലിഞ്ഞു ചേർന്നു. ആ അതരം പതിയാത്ത ഒരംശവും അവളിൽ അവശേഷിച്ചില്ല. അങ്ങനെ ഒടുവിൽ അവളും അവനെ തളർന്ന് വിവശയായി ലയിച്ചു ചേർന്നു. വിയർപ്പ് കണങ്ങൾ നനഞ്ഞൊട്ടിയ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് പെണ്ണവൾ കിടന്നു. അവളുടെ നെറുകയിൽ മുത്തം കൊടുത്തുകൊണ്ട് അവനവളെ തന്നിലേക്ക് അല്പം കൂടി ചേർത്ത് പിടിച്ചു. പേടിച്ചു പോയിരുന്നോ? ഒടുവിൽ അർജുൻ അവളോട് ചോദിച്ചു. മറുപടിയായി അവൾ കത്തുന്ന ഒരു നോട്ടം നോക്കി. ദേ, വൃത്തികേട് മുഴുവൻ കാട്ടിക്കൂട്ടിയിട്ട് പേടിച്ചു പോയോന്നോ? തനിക്ക് നാണമില്ലടോ മുതുക്ക, എന്നെപ്പോലൊരു കൊച്ചു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ തോന്നാൻ? അവൾ ചോദിക്കുന്ന കേട്ട് അവൻ വാ പൊളിച്ചു. ആമി! അറിയാതെ അർജുൻ വിളിച്ചു. തൻ്റെ ഒരു ആമി! എടോ, ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊടുമ്പോൾ അവളുടെ സമ്മതം വാങ്ങണം. ഇതിപ്പോൾ താൻ എന്നെ കീഴ്പ്പെടുത്തുമല്ലായിരുന്നോ? ഞാനേ ഒരു കേസ് രജിസ്റ്റർ ചെയ്താലുണ്ടല്ലോ, 20 കൊല്ലം താൻ അകത്താ. അവൾ വീണ്ടും വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. ആമി, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അർജുൻ്റെ സങ്കടത്തോടെയുള്ള ചോദ്യം കേട്ടതും ചിന്മയി പൊട്ടിച്ചിരിച്ചു. ഞാൻ വെറുതെ ഏട്ടനെ പറ്റിക്കാൻ പറഞ്ഞതാ. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിനക്ക് സമ്മതിച്ചു തരുമായിരുന്നോ? അർജുൻ്റെ ദേഹത്തേക്ക് കയറി കിടന്നുകൊണ്ട് ചിമ്മു ചോദിച്ചതും അവൻ അന്താളിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇതിനെ ഞാൻ ഇനി എങ്ങനെ വെച്ചോണ്ടിരിക്കും? അർജുൻ തലയിൽ കൈവച്ചുകൊണ്ട് പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ. ഈ ചിന്മയി ആള് തരികിടയാണ് കേട്ടോ, വെറും തരികിട. അവൻ്റെ നെഞ്ചിലേക്ക് ഒന്ന് കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എടി ഡ്രാക്കുളയ്ക്കുണ്ടായ മോളെ, മര്യാദയ്ക്ക് അടങ്ങിക്കിടക്കടി. അർജുൻ അലറി. അപ്പോഴേക്കും അവൾ അവൻ്റെ കവിളിലും ഒന്ന് അമർത്തി കടിച്ചു. ആമി, വേദനിക്കുന്നു കേട്ടോ. അവൾ കടിച്ച ഭാഗത്ത് തടവിക്കൊണ്ട് അർജുൻ പറഞ്ഞു. പോയി തുണി എടുത്തിട്ട് വാടി വേണ്ടേ, എനിക്ക് ഉറക്കം വരുന്നു. രാവിലെ പോവണ്ടേ നമുക്ക്? അർജുൻ ഒരു കോട്ടുവായിട്ടു. അതേ, മര്യാദയ്ക്ക് തുണി എടുത്ത് കിടന്ന എന്നെ എല്ലാം ഊരിക്കളഞ്ഞത് നിങ്ങളല്ലേ. എനിക്കിപ്പോൾ തുണി എടുക്കാൻ സമയമില്ല, പോയി പണി നോക്ക്. ചിമ്മു ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചുകൊണ്ട് അർജുൻ്റെ ദേഹത്ത് കാലുമെടുത്ത് വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഇവളെന്താ ഇങ്ങനെയെന്ന് ഒരു നിമിഷം അർജുൻ ഓർത്തുപോയി. ഐ ലവ് യു. എന്താണെന്ന് അറിയില്ല, എനിക്ക് അർജുനേട്ടനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. മെല്ലെ അവൾ പറഞ്ഞു. എന്തേ പെട്ടെന്നിങ്ങനെ തോന്നാന്? എന്നിലെ സ്ത്രീയെ പൂർണ്ണതയിൽ എത്തിച്ചതല്ലേ, അതുകൊണ്ടാവും. അവൾ പിന്നെയും പറഞ്ഞു. അത് കേട്ടതും അർജുൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി. ഒന്നുകൂടെ നോക്കണോടാ? അർജുൻ അവളോട് ചേർന്ന് വന്നുകൊണ്ട് ചോദിച്ചു. ദേ മനുഷ്യ, ഇനി എൻ്റെ എക്സാം തീരാതെങ്ങാനും ഈ വഴി വന്നാൽ പിന്നെ നിങ്ങളുടെ പൊടി പോലും കാണില്ല. അവൻ്റെ വയറ്റിലൊരു ഇടിവെച്ച് കൊടുത്തുകൊണ്ട് ചിമ്മു കണ്ണടച്ചു കിടന്നു. തുടരും. സപ്പോർട്ട് മറക്കല്ലേ, കമൻ്റൊക്കെ തന്നോളൂ കേട്ടോ. വല്ലാത്ത തൊണ്ടവേദന, എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യാട്ടോ. അതാ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയെല്ലാം കുറഞ്ഞിട്ടേ ഞാൻ സ്റ്റോറി എടുത്തുള്ളൂ.